സ്വയം പകർന്നു നൽകുന്ന സ്നേഹത്തിൻ്റെ മുകുടമായ ഉദാഹരണമാണ് ദൈവം. ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹമാണ് ഈ പ്രപഞ്ചം മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത്. പ്രകൃതിയുടെ എല്ലാ ബന്ധങ്ങളിലും അടിസ്ഥാന ചൈതന്യമായി നിലകൊള്ളുന്നത് ഈ ദൈവത്തിൻ്റെ അപരിമേയമായ സാന്നിധ്യവും സഹവാസവുമാണ്. ദൈവസ്നേഹത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഈ സ്നേഹത്തിൻ്റെ ബന്ധവും ആഴപ്പെട്ട സൗഹൃദവും ധിക്കരിച്ചുകൊണ്ട് സ്വാർത്ഥപരമായ സ്നേഹത്തിനും അഹങ്കാരത്തിനും അടിപ്പെട്ടപ്പോൾ ആ വലിയ സ്നേഹത്തെ തിരസ്കരിച്ചു. അങ്ങനെ ദൈവസ്നേഹത്തിൻ്റെ ആ വലിയ ചങ്ങാത്ത ബന്ധത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടപ്പോൾ മനുഷ്യൻ പ്രപഞ്ചത്തിൽ നിന്നും ദൈവത്തിൽ നിന്നും അന്യവൽക്കരിക്കപ്പെട്ട് ദുഃഖത്തിൻ്റെ സാന്ദ്രമായ ജീവിത സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് പോകേണ്ട അവസ്ഥയിൽ എത്തിച്ചേർന്നു. എന്നിരുന്നാലും ദൈവസ്നേഹം മനുഷ്യരെ വീണ്ടും വീണ്ടും തന്നിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നു, തൻ്റെ അഗാധമായ സ്നേഹത്തിൻ്റെ നിറവിലേക്ക്. അങ്ങനെ ആ സ്നേഹത്തിൻ്റെ നിറവിൽ തന്നെ പ്രിയപുത്രൻ പിറക്കുന്നതിന് വേണ്ടിയാണ് തനിക്ക് പ്രിയപ്പെട്ട ഒരു ജനത്തെ അവിടുന്ന് സ്വന്തമായി തിരഞ്ഞെടുത്തത്. ആ ജനം സ്നേഹത്തിൻ്റെ നിഷേധത്താൽ അടിമപ്പെട്ടപ്പോഴും ദൈവം അവരുടെ നിലവിളിയുടെ ശബ്ദം കേൾക്കുകയും മോസസ് വഴി സന്തോഷത്തോടെ സ്നേഹത്തോടുകൂടി സ്വാതന്ത്ര്യത്തോടുകൂടി ജീവിക്കാൻ ഉതകുന്ന രീതിയിൽ മോചനത്തിലേക്ക് ആനയിക്കുകയും ചെയ്തു. ഇപ്രകാരം മോചനത്തിലേക്ക് ആനയിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് പാലും തേനും ഒഴുകുന്ന പുണ്യഭൂമിയിലേക്ക് മോസസ് വഴി ദൈവം ഈ ജനത്തെ ആനയിച്ചത്. എന്നാൽ ഈ യാത്ര അവരെ സംബന്ധിച്ചിടത്തോളം വീണ്ടും പാപത്തിൻ്റെ ബന്ധനത്തിൽ അടിപ്പെട്ടതുകൊണ്ട് വളരെയധികം ദുഃഖകരമായ ഒന്നായിട്ട് മാറി. ഏതോം താഴ്വരയിലൂടെയായിരുന്നു അവർക്ക് പോകേണ്ടിയിരുന്നത്. ഈ പ്രദേശം പ്രകൃതി മനോഹരമാണെങ്കിൽ തന്നെയും ഏറെ വേദന സഹിച്ചും കഷ്ടപ്പാടുകൾ സഹിച്ചും പോകേണ്ട വഴികൾ താണ്ടി പോകേണ്ടതായിരുന്നു. മാത്രമല്ല, വിഷസർപ്പങ്ങൾ ഏറെ ഉണ്ടായിരുന്ന വഴിയിലൂടെയാണ് അവരുടെ മരുഭൂമി യാത്ര തുറന്നുകൊണ്ടിരുന്നത്. ദുർഘടം പിടിച്ച ഈ വഴിയിലൂടെ ഉള്ള അവരുടെ സഞ്ചാരത്തിൽ വേണ്ടവണ്ണം അവർക്ക് ആഹാരം കിട്ടിയിരുന്നില്ല. വിശപ്പടക്കുവാനും ദാഹശമനത്തിനും വേണ്ട വക സാഹചര്യങ്ങൾക്ക് ഒത്ത രീതിയിൽ അവർക്ക് ലഭ്യമായിരുന്നില്ല. മരുഭൂമിയിലൂടെയുള്ള യാത്ര അവരെ സംബന്ധിച്ചിടത്തോളം ഏറെ ദുർഘടമായിരുന്നു. ദുർഘടമായ വഴിയിലൂടെയുള്ള യാത്ര അവർക്ക് വളരെയധികം താങ്ങാവുന്നതിലും അധികമായതുകൊണ്ട് ഈ വഴിയിലൂടെ കൊണ്ടു നടന്ന മോസസിനെതിരായും ആ വഴിയിലേക്ക് കൊണ്ടു ചെലുത്തിച്ച ദൈവത്തെയും എതിരായി അവരെ പിറുപിറുക്കുവാനും കുറ്റപ്പെടുത്തുവാനും തുടങ്ങി. അങ്ങനെ സ്വയം സന്തോഷത്തെയും സ്വന്തം താല്പര്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവസ്നേഹത്തിൻ്റെ വലിയ ബന്ധത്തെ ഉപേക്ഷിച്ച അവർക്ക് ദൈവം ശിക്ഷ നൽകി. അവരുടെ വഴികളിൽ സർപ്പങ്ങൾ വന്നിറങ്ങുകയും സർപ്പങ്ങൾ കൊത്തി പലരും മരിക്കുന്നതിന് കാരണമായിട്ട് മാറുകയും ചെയ്തു. അവർ വിലപിച്ച് ദൈവത്തിങ്കിലേക്ക് നോക്കി നിലവിളിച്ച് മാനസാന്തരപ്പെട്ടപ്പോൾ ദൈവം ഒരു പിച്ചർ സർപ്പത്തെ ഉയർത്തുവാൻ വേണ്ടി ആവശ്യപ്പെടുകയും അങ്ങനെ മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട പിച്ചർ സർപ്പത്തെ നോക്കിയവരൊക്കെ ജീവനിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. ജീവനിലേക്ക് തിരിച്ചു വരുവാൻ കാരണമായി മാറിയത് ഈ സർപ്പം എന്നതിനേക്കാളുപരി സർപ്പത്തിനും അതീതമായ നിലകൊള്ളുന്ന ദൈവത്തിൻ്റെ ശക്തിയും ആ ശക്തിയിലൂടെ വെളിവാകുന്ന ദൈവത്തിൻ്റെ വലിയ സ്നേഹവുമാണ്. പാപം ചെയ്യുമ്പോഴും തിന്മയിൽ വീഴുമ്പോഴും ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴും കൈവിടാതെ കൂടെ നടന്ന് സ്നേഹത്തിലേക്ക് മാടി വിളിക്കുന്ന വലിയൊരു സ്നേഹത്തിൻ്റെ തികവാണ് നാം ഇവിടെ കാണുന്നത്. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ യേശുനാഥനെയാണ് ഈ സ്നേഹത്തെ പ്രതി മനുഷ്യകുലത്തിന് വേണ്ടി നേടുവാൻ വേണ്ടി ദൈവം അയക്കുന്നത്. മനുഷ്യകുലത്തെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ച് നിത്യരക്ഷയുടെ നിത്യജീവൻ്റെ പൊൻപുനരിലേക്ക് ആനയിക്കുവാൻ ദൈവം തൻ്റെ പ്രിയപ്പെട്ട സുതനെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നു. ഈ ഭൂമിയിലേക്ക് സ്നേഹത്തിൻ്റെ സന്ദേശവുമായി കടന്നു വന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ അവർ നിന്ദിക്കുന്നതിനും പല രീതിയിൽ ഉപദ്രവിക്കുന്നതിനും അവഹേളിക്കുന്നതിനും ഒക്കെ കാരണമായിട്ട് മാറി. അതൊന്നും വകവയ്ക്കാതെ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ സന്ദേശം അങ്ങോളം ഇങ്ങോളം പങ്കുവെച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ പ്രവാചകനായും ദൈവപുത്രനായും അവിടെ നിന്ന് നടന്നു നീങ്ങി. ദുഃഖങ്ങൾക്ക് സാന്ത്വനമേകുകയും വേദനിക്കുന്നവർക്ക് ആശ്വാസമേകുകയും പലതരത്തിലുള്ള രോഗങ്ങളാൽ ബന്ധിക്കപ്പെട്ടവർക്ക് മോചനം നൽകിയുമൊക്കെ അവിടുന്ന് രക്ഷയുടെ
സന്തോഷത്തിൻ്റെ സ്നേഹ സന്ദേശം അവർക്ക് പകർന്നിരുന്നു. എന്നാൽ ഈ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹ സന്ദേശത്തെ എതിർക്കുന്നതിനും അതിനെ തുറന്നുവെക്കുന്ന രീതിയിൽ തകർക്കുവാനും തിന്മ നിറഞ്ഞ ശക്തികൾ വീണ്ടും പ്രബലരായി. ആ സ്നേഹത്തെ അവർ വെല്ലുവിളിച്ചു. ആ സ്നേഹമാർഗത്തെ നശിപ്പിക്കുവാൻ വേണ്ടിയുള്ള ഗൂഢാലോചനകളായി. പിന്നെ അങ്ങനെ അവിടുന്ന് കുരിശിലേറി മരിക്കുന്നതിന് കാരണമായിട്ട് മാറി. കുരിശിൽ ഉയർത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു ലോകത്തിൻ്റെ രക്ഷയുടെ തന്നെ അടയാളമായി മാറുകയും എല്ലാ മനുഷ്യർക്കും രക്ഷ പ്രദാനം ചെയ്യുന്ന രീതിയിൽ പുതിയ ഉടമ്പടിയുടെ തന്നെ സാന്നിധ്യമായിട്ട് മാറുകയും ചെയ്തു. ഈ വലിയൊരു സ്നേഹം ലോകത്തിന് പ്രകടമാക്കുന്നതിന് വേണ്ടി ദൈവം സഹനത്തിൻ്റെ വഴിയാണ് തിരഞ്ഞെടുത്തത്. സഹനത്തിൻ്റെ വഴി തിരഞ്ഞെടുത്തുകൊണ്ട് സ്നേഹത്തിൻ്റെ മാറ്റുരയ്ക്കത്തക്ക രീതിയും സ്നേഹത്തിൻ്റെ മഹത്വം അവിടുന്ന് വെളിപ്പെടുത്തുകയാണ്. ഇന്ന് കുരിശിൻ്റെ മഹത്വീകരണ തിരുനാളാണ്. കുരിശിൻ്റെ മഹത്വീകരണ തിരുനാളിൽ വിചിന്തനത്തിനായിട്ട് സഭ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് മരുഭൂമിയിൽ ഉയർത്തപ്പെട്ട ആ പിച്ചള സർപ്പത്തിൻ്റെ കഥയും പൗലോസ്ലീഹായുടെ സ്വയം ശൂന്യവൽക്കരിച്ച കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹ രക്ഷയുടെ മാർഗത്തെയും കുറിച്ചാണ്. അതിനുപരിയായി സുവിശേഷത്തിൽ നാം കാണുന്നത് കർത്താവായ യേശുക്രിസ്തു എപ്രകാരമാണ് സ്നേഹത്തിൻ്റെ മറുഭാഷയായി മാറിയിരിക്കുന്നതാണ്. കുരിശ് മഹത്വപൂർണ്ണമാകുന്നത് അതിൻ്റെ ത്യാഗവും സ്നേഹവും ഒരുമിച്ച് നാം അനുഭവിക്കുമ്പോഴാണ്. സ്നേഹത്തിൻ്റെ മൂർത്തിമത് ഭാവത്തിൽ നമുക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ആ സ്നേഹത്തിൻ്റെ ഭാഗമായി ജീവിതത്തിലുണ്ടാകുന്ന വേദനകളെയും ത്യാഗങ്ങളെയും ഏറ്റെടുക്കുവാനുള്ള ശക്തിയാണ്. ആ ത്യാഗവും വേദനയും ഏറ്റെടുക്കുമ്പോൾ സമചിത്തതയോടുകൂടി കുരിശിൻ്റെ മാർഗത്തെ സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും നമുക്ക് കഴിയുന്നു. ഒരു ദമ്പതിയുടെ സംഭവം മനസ്സിലേക്ക് കടന്നു വരികയാണ്. വിവാഹം കഴിഞ്ഞ് സന്തോഷത്തോടുകൂടി ജീവിച്ചിരുന്ന ഒരു ഭാര്യയും ഭർത്താവും വിവാഹത്തിൻ്റെ ആദ്യ മാസങ്ങളിൽ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടു കൂടിയാണ് അവർ ദാമ്പത്തിക ജീവിതം തുടർന്നുകൊണ്ടിരുന്നത്. ഭർത്താവ് ഒരു ബിസിനസ്സുമാനായതുകൊണ്ട് ബിസിനസ് കഴിഞ്ഞ് ചിലപ്പോഴൊക്കെ വൈകിയായിരുന്നു എത്തിയിരുന്നത്. ഭാര്യ അധ്യാപികയായിരുന്നു. പരസ്പരം സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ആ കൊച്ചു കുടുംബം മുന്നോട്ട് പോയി. എന്നാൽ കുറേ മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ ഭർത്താവ് ബിസിനസ്സുമായി യാത്ര ചെയ്യുന്ന അവസരങ്ങളിൽ മദ്യപിക്കുവാനിടയായി. അങ്ങനെ ക്രമേണ മദ്യപാനം അദ്ദേഹത്തിൻ്റെ ഒരു ശീലമായി മാറി. തുടർന്ന് വന്ന ദിവസങ്ങളിലൊക്കെ മദ്യപിച്ച് ലക്കുകെട്ട് നേരായ രീതിയിലല്ല അദ്ദേഹം കടന്നു പോകുന്നത്. എന്നാൽ മദ്യപിച്ച് ലക്കുകെട്ട് വളരെ മോശമായ രീതിയിൽ കടന്നു വരുന്ന ഭർത്താവിനെ യാതൊരു വിമ്മിഷ്ടവും കൂടാതെ സ്നേഹത്തോടുകൂടി ഭാര്യ സ്വീകരിച്ചു. സ്നേഹത്തോടുകൂടി ആഹാരപദാർത്ഥങ്ങൾ വെച്ച് വിളമ്പി. അങ്ങനെ അവരുടെ ദാമ്പത്തിക ജീവിതം വാർഷികത്തിലേക്ക് കടന്നു. വിവാഹത്തിൻ്റെ 1-ാം വാർഷിക ദിവസത്തിൽ ഭാര്യ രാവിലെ പ്രഭാത ഭക്ഷണം ഉണ്ടാക്കുന്നതിന് പകരമായി 2 ഫോട്ടോ ആൽബം ആ ഭർത്താവിൻ്റെ മുൻപിലേക്ക് വെച്ച് നീട്ടി. പ്രഭാത ഭക്ഷണം കഴിക്കുവാൻ വന്ന ഭർത്താവിനോട് സ്നേഹമയ്യായ ആ ഭാര്യ പറഞ്ഞു, ഇന്ന് നമ്മളുടെ വിവാഹത്തിൻ്റെ വാർഷിക ദിനമാണ്. അതുകൊണ്ട് ആ വിവാഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ മധുരിമ അയവിറക്കുന്നതിനായി അന്നത്തെ ഫോട്ടോകളൊക്കെ ഒന്ന് കാണുകയായിരുന്നു. അവൾ ഫോട്ടോ ആൽബം വെച്ച് നീട്ടിയിട്ട് വിവാഹ ദിവസത്തിൻ്റെ ഓരോ ചിത്രങ്ങളും ആ ഭർത്താവിൻ്റെ മുമ്പിൽ കാണിച്ചു കൊടുത്തു. ഭർത്താവ് ഓരോ ഫോട്ടോയിലേക്കും സൂക്ഷിച്ചു നോക്കി. ഇന്ന് സന്തോഷത്തോടുള്ള മുഖഭാവം, ഇന്ന് സ്നേഹത്തോടുള്ള അന്തരീക്ഷം, എല്ലാവർക്കും വളരെ സ്നേഹവും കരുതലും സന്തോഷവുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യങ്ങൾ അവിടെ തങ്ങി നിൽക്കുന്നു. അതെല്ലാം കണ്ട് സന്തോഷവാനായ ഭർത്താവിൻ്റെ മുമ്പിൽ ഭാര്യ മറ്റൊരു ഫോട്ടോ ആൽബം നീട്ടിവെച്ചു. അതിൽ നിറയെ ഭർത്താവ് മദ്യപിച്ച് പല രീതിയിലും കടന്നു വരുന്ന, മോശപ്പെട്ട രീതിയിൽ കടന്നു വരുന്ന ഭർത്താവിൻ്റെ ചിത്രങ്ങൾ ഉൾക്കൊള്ളതായിരുന്നു. ചിലതിൽ നേരാമണ്ണം വസ്ത്രങ്ങളില്ല, മുഖമൊക്കെ വല്ലാതെ വിഷണ്ണമായിരിക്കുന്നു, നേരെ നടക്കാൻ പറ്റാത്ത അവസ്ഥയുള്ള ഫോട്ടോകൾ, അങ്ങനെ പല രീതിയിലും ലക്കുകെട്ട് നടക്കുന്നതിൻ്റെ ചിത്രങ്ങൾ അടങ്ങിയ ഫോട്ടോ ആൽബം ഭാര്യ ഭർത്താവിൻ്റെ മുമ്പിൽ വെച്ച് നീട്ടി. അതെല്ലാം കണ്ട് വേദനിച്ചുകൊണ്ട് അറിയാതെ ആ ഭർത്താവ് കരഞ്ഞു. ഇത് താൻ തന്നെയാണോ എന്ന് അവളോട് ചോദിച്ചു. ഭാര്യ പറഞ്ഞു, തീർച്ചയായിട്ടും ഇതുതന്നെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ രൂപമെന്ന്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ തൻ്റെ സ്നേഹമതിയായ ഭാര്യയോട് പറഞ്ഞു,
ഇനി ഒരിക്കലും ഞാൻ മദ്യത്തിന് അടിപ്പെടുകയില്ല എന്ന്. സ്നേഹത്തോടുകൂടിയുള്ള ത്യാഗപൂർണമായ സമീപനം ആ ഭർത്താവിനെ നേടിയെടുക്കുവാൻ ഇടയായി. കാൽവരിയിലെ യാഗം സ്നേഹത്തിൻ്റെ മനോഹരമായ ഒരു വലിയ ദൃഷ്ടാന്തമാണ്. ആ സ്നേഹത്തിൻ്റെ ത്യാഗം ഓരോ ജീവിത സാഹചര്യങ്ങളിലും പൂർണ്ണമാകുമ്പോഴാണ് കുരിശ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെ മഹത്വീകരിക്കപ്പെടുന്നത്. അത് ത്യാഗമായി മാറുന്ന രീതിയിൽ മറ്റുള്ളവർക്ക് സ്നേഹത്തിൻ്റെ അടയാളമായും സ്നേഹത്തിൻ്റെ അനുഗ്രഹമായും കാൽവരിയിൽ ഉയർത്തപ്പെട്ടതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലും വ്യക്തിജീവിതത്തിലും ഉയർത്തപ്പെടുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലൂടെ കുരിശ് മഹത്വവൽക്കരിക്കപ്പെടും. കാൽവരിയിൽ മഹത്വവൽക്കരിക്കപ്പെട്ട കുരിശ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ മഹത്വത്തിൻ്റെ ഉദാത്തമായ ഭാവങ്ങളും സന്തോഷത്തിൻ്റെ മുഹൂർത്തങ്ങളും ചാലിച്ചെടുക്കുവാൻ ഉതകുന്ന അനുഗ്രഹത്തിൻ്റെ കുരിശാക്കി മാറ്റുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.